അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്കായുള്ള രക്ഷാദൗത്യം പൂർണ്ണതോതിൽ നാളെ ആരംഭിക്കും. 3 കുങ്കിയാനകളും സ്ഥലത്തെത്തി. കോടനാട് ആനക്കൂടിന്റെ അറ്റകുറ്റപ്പണികൾ നാളെ ഉച്ചയോടെ പൂർത്തിയാകുമെന്ന് DFO R ലക്ഷ്മി അറിയിച്ചു. അതിരപ്പിള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷനിലെ 17ാം ബ്ലോക്കിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആന. രക്ഷാദൗത്യം നാളെ ആരംഭിക്കുമെന്നും വെല്ലുവിളി ഏറെയുണ്ടെന്നും വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. നമ്മൾ ചെയ്യാവുന്ന പരമാവധി നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആന കാട് കയറി പോയാലും നമ്മൾ എടുക്കുന്ന ഒരു ഇത് ഇത്രയും എഫേർട്ട് വെറുതെ ആയിപ്പോവും. കാരണം അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു എഫേർട്ട് എടുത്തത്. അപ്പം അതിനെ കൂടുതൽ ശല്യപ്പെടുത്തേണ്ട, അതിനെ നിരീക്ഷിക്കാനാണ് ഡോക്ടറുടെ നിർദ്ദേശവും. നമ്മൾ എത്രത്തോളം നിരീക്ഷിച്ചാലും കാട്ടാനകൾ ഈ പ്ലാന്റേഷൻ ഏരിയയിലുണ്ട്. ഇന്നലെ തന്നെ ഒരു 8-9 കണ്ടിട്ടുണ്ട്. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. ആന എന്തായാലും സ്റ്റേബിളായിട്ടൊരു പൊസിഷൻ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ചില സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനെപ്പോൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല. നാളെ ഇപ്പോൾ നമ്മൾ ദൗത്യം ആരംഭിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഇത് വരുന്നത് ആനയെ ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. രാവിലെ 9:30 കുങ്കിയാനകളായ കുഞ്ചുവും കോന്നി സുരേന്ദ്രനും അതിരപ്പിള്ളിയിലെത്തി. ഇന്നലെ വിക്രം എന്ന കുങ്കിയാനയെയും എത്തിച്ചിരുന്നു. ഡോക്ടർ അരുൺ സെക്രയുടെ 25-അംഗ സംഘവും വനപാലകരുടെ 80-അംഗ സംഘവുമാണ് ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുക. വീണ്ടും മയക്കുവെടി വയ്ക്കുന്നത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുമെന്ന ആശങ്കയും നിലവിലുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളും അരുൺ സെക്രയും സംഘവും വിലയിരുത്തും. മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിൽ കയറ്റി കോടനാട്ടേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകുവാനായിട്ടുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. ജനം, കൊച്ചി.